വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെൽ ഓർഗനൽസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർഗനൽസ് ഏതൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സെല്ലിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ വരുന്ന ഒരു ടേം ആയിരുന്നു സെൽ ഓർഗനൽസ്. അതായത് സൈറ്റോപ്ലാസത്തിൽ കാണുന്ന കുറേ സ്ട്രക്ചേഴ്സ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് പഠിക്കാം. ആദ്യം ഈ ഒരു സെൽ ഓർഗനൽസ് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഡെഫിനിഷൻ വേണം അല്ലേ. നമ്മൾ എന്തിനൊരു ഡെഫിനിഷൻ കൊടുക്കണം എന്നാണല്ലോ പറയാം. അപ്പോൾ ഈ ഒരു സെൽ ഓർഗനൽസിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ്. സ്പെഷ്യലൈസ്ഡ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ആണ്, അതായത് സെല്ലിൽ കാണുന്ന ഒരു സ്ട്രക്ചർ വിത്തിൻ എ സെൽ ഹാവിങ് സ്പെസിഫിക് ഫങ്ഷൻ. ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഉള്ള സൈറ്റോപ്ലാസത്തിൽ എംബഡ് ചെയ്തിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസ് ഒക്കെ ഈ ഒരു സെൽ ഓർഗനൽസിൽ വരുന്നതാണ്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ ആ ഒരു സ്ട്രക്ചറും ഫങ്ഷനും കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ പറയുന്നില്ല. ബാക്കി വരുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡി, റൈബോസോം, ഈ 4 എണ്ണമാണ് പറയുന്നത്. ഇത് കൂടാണ്ട് ലൈസോസോംസ്, വാക്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പ്ലാന്റ്സിൽ വരുന്നതൊക്കെ, ക്ലോറോപ്ലാസ്റ്റൊക്കെ. അപ്പോൾ ഈ 4 എണ്ണം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പറയാം. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. ഈ ഒരു പിക്ചർ നോക്ക്. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയോലസ് ആണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂക്ലിയസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും, ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ടായിരിക്കും നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഷോർട്ടായിട്ട് ER എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നല്ല, 2 ടൈപ്പ് ഉണ്ട്. ഒന്നേതാ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തുകൊണ്ടാണ്, എന്തിൻ്റെ ബേസിലാണ്? റൈബോസോമ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ. റൈബോസോമിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരുന്ന സ്ലൈഡിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് 2 പാർട്ടായിട്ടുള്ള ഒരു റൈബോസോം. പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന ഒരു സെൽ ഓർഗനലാണ് റൈബോസോം. അപ്പം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ചില സ്ഥലത്ത് ഇങ്ങനെ കുറേ റൈബോസോംസ് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും, ചില പോർഷനിൽ മാത്രം. അങ്ങനെ റൈബോസോംസ് പ്രസൻ്റ് ആയിട്ടുള്ള, റൈബോസോംസ് കാണുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെയാണ് നമ്മൾ റഫ് എന്ന് പറയുക. ഒരു പരുപരുത്തതായിരിക്കും. ഇനി റൈബോസോം ഇല്ലെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റൈബോസോം ഉള്ളത്. അപ്പോൾ റഫാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. സ്ട്രക്ചർ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും, അതായത് റൈബോസോം ഉള്ള റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ ഈ 2 ആളും കൂടിയിട്ട് ഫോൾഡിങ്ങിന് സഹായിക്കും, പ്രോട്ടീൻ ഫോൾഡിങ്ങിന് സഹായിക്കും. അതുകൂടാണ്ട് ലിപ്പിഡ് സിന്തസിസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഡീടോക്സിഫിക്കേഷൻ, അതായത് ഏതെങ്കിലും ടോക്സിൻസ് സെല്ലിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോക്സിസിറ്റി ഇല്ലാതാക്കുക, റെഡ്യൂസ് ചെയ്യുക. പിന്നെ കാൽസ്യം സ്റ്റോറേജ്. ഈ 4 എണ്ണമാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും പ്രസൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ആളാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ഒരു മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സെല്ലിലെ പവർ ഹൗസ് ആണ്, അതായത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു സെൽ ഓർഗനൽസ് ആണ് നമ്മളുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള സെൽ ഓർഗനൽസിനെ വെച്ചിട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെന്താ, അവർക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്. ബാക്കി എല്ലാ ഓർഗനൽസിനും സ്വന്തമായിട്ട് DNA ഇല്ല. പക്ഷെ ഇവിടെ കാണുന്നുണ്ടോ, ഈ ഒരു റെഡ് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ടോ, ഈ ഒരു പോർഷൻ അവരുടെ DNA ആണ്. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫങ്ഷൻ, അവർ പവർ ഹൗസ് ഓഫ് സെൽ എന്നാണ് അവയെ വിളിക്കുക. അവ ഡബിൾ മെംബ്രെയിൻ ആണ്, 2 മെംബ്രെയിൻ ഉണ്ട്, ഔട്ടറുണ്ട് ഇന്നറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇതിൻ്റെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും അടുത്ത വീഡിയോയിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലെ അതുവഴി എനർജി ഉണ്ടാക്കുക. അതുകൊണ്ടാണ് പവർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഏത് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്? ATPയുടെ രൂപത്തിൽ എനർജി ഉണ്ടാക്കുന്ന ആളാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മൈറ്റോകോൺട്രിയ. തേർഡ് വൺ, ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സിന് വേറെ രീതിയിലും പറയാറുണ്ട്, ഗോൾജി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾജി ബോഡി, ഈ 2 പേരിലും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഈ ചിത്രത്തിൽ കാണുന്നത് ഇതേപോലെ നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പോലെയൊക്കെ കാണും. പക്ഷേങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് ന്യൂക്ലിയസിൻ്റെ അടുത്ത് കാണുന്നത്. അതിൽ നിന്ന് കുറച്ച് അകലെ കാണുന്ന ഈ ഒരു സ്ട്രക്ചർ, ഇങ്ങനെ കുറേ ഫോൾഡിങ്സ് ഉള്ളതിനെയാണ് നമ്മൾ ഗോൾജി ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾജി ബോഡിയുള്ള പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് സിസ്റ്റേണ എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റേണ എന്ന് വെച്ചാൽ
എന്താ ഈ ഗോൾജി കോംപ്ലക്സിൽ കാണുന്ന ഒരു ഫ്ലാറ്റൻഡ് മെംബ്രെയിൻ ബൗണ്ട് സാക്ക് ആണ്. ഒരു സാക്ക് ആണ്, സഞ്ചിയാണ്. എന്താ ഫ്ലാറ്റൻഡ് ആണ്, മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റേണ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു സിസ്റ്റേണ ഉണ്ട്, അതിൻ്റെ മുകളിൽ അടുത്ത സിസ്റ്റേണ, ഇങ്ങനെ സിസ്റ്റേണ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റോക്ക് ആയിട്ടായിരിക്കും. ഒരു പാൻ കേക്ക് ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ച്, അല്ലെങ്കിൽ കോയിൻസ് അടുക്കി വെച്ച പോലെ എന്ന് പറയില്ലേ, അതേപോലെ അടുക്കി വെച്ച പോലെ ആയിരിക്കും സിസ്റ്റേണ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഗോൾജി കോംപ്ലക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഗോൾജി കോംപ്ലക്സ് പറയുമ്പോൾ നമ്മൾ സിസ്റ്റേണ പറയണം. പിന്നെ ഏതാ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യൽ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ആ ഒരു പ്രസൻസിൽ റൈബോസോം പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്തു. ആ ഒരു സിന്തസൈസ് ചെയ്ത സാധനം ഫോൾഡിങ് ചെയ്തു. ഇനി ചെയ്ത ആ ഒരു സാധനം പിന്നീട് പ്രോസസ്സിങ് നടത്തി, ആ ഒരു പാക്കേജിങ് നടത്തി വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ ആ ഒരു പാക്കേജിങ്ങിനെയും പ്രോസസ്സിങ്ങിനെയും സഹായിക്കുന്ന ആളാണ് നമ്മുടെ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ലിപ്പിഡ്സിനെയും ഉണ്ട്, പ്രോട്ടീൻസിനെയും ഉണ്ട്. ഓക്കെ, എന്നിട്ട് അത് എന്ത് ചെയ്യും, അതിനെ അടുത്ത സെല്ലിൽ അല്ലെങ്കിൽ സെല്ലിൽ ഏതെങ്കിലും പോർഷനിലേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യണം. ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെ രീതിയിൽ മാത്രമേ, ആ ഒരു രൂപത്തിൽ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതിനെ സഹായിക്കുന്നത്, അത് പ്രോസസ്സിങ്ങും പാക്കേജിനും സഹായിക്കുന്ന ആളാണ് നമ്മളുടെ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് റൈബോസോം. നമ്മൾ പറഞ്ഞു റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണുന്നുണ്ട്, അത് കൂടാണ്ട് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ടും ഇയാൾ കാണുന്നുണ്ട് കേട്ടോ. ഇതാ found free in cytoplasm or attached to the endoplasmic reticulum. അപ്പോൾ ഈ ഒരു റൈബോസോമിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ റൈബോസോം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ മനസ്സിൽ വരാൻ പാടുള്ളൂ, പ്രോട്ടീൻ സിന്തസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്നില്ല. ട്രാൻസ്ലേഷൻ്റെ സമയത്തൊക്കെ ഈ ഒരു റൈബോസോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൈബോസോം എന്ന് പറയുന്നത് യൂക്കാരിയോട്ടിൽ 80S ടൈപ്പ് ആണ്, പ്രോകാരിയോട്ടിൽ 70S ടൈപ്പ് ആണ്. രണ്ട് ടൈപ്പ് റൈബോസോംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റൈബോസോമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കാം, പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും, പിന്നെ റൈബോസോമൽ RNA, റൈബോസോമൽ RNAയും പ്രോട്ടീൻസും സ്മോൾ. ഈ ഒരു റൈബോസോമിന് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പം ഇവിടെ ഒരു വലിയതും ഒരു ചെറുതും ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇവിടെ ഒരു ലാർജ് സബ് യൂണിറ്റ് വരച്ചു, പിന്നെ ഒരു സ്മോൾ സബ് യൂണിറ്റ് വരച്ചു. ഓക്കെ, അങ്ങനെ രണ്ട് സബ് യൂണിറ്റ് ഉള്ള ആളാണ് നമ്മളുടെ റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, റൈബോസോം എന്ന് പറയുമ്പോൾ രണ്ട് സബ് യൂണിറ്റ് ഉണ്ട്, അതിൽ RNA ഉണ്ടാകും, പ്രോട്ടീൻസ് ഉണ്ടാകും. അവ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണാം, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അറ്റാച്ച് ചെയ്തിട്ടും കാണാം. പിന്നെ പ്രൊകാരിയോട്ടിക്കിലാണെങ്കിൽ ഇവ 70S ടൈപ്പാണ്, യൂക്കാരിയോട്ടിലാണെങ്കിൽ 80S ടൈപ്പാണ്. ഇവ പ്രോട്ടീൻ സിന്തസിസിനാണ് സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് 4 സെൽ ഓർഗനൽസ് എന്ന് പറയുന്നത്.